നല്ലത് കേൾക്കുക, നല്ലതിൽ ഒതുങ്ങുക. അവിടെ നിന്നൊക്കെ പോയിട്ട് നമ്മൾ ആകെ പോയി. നല്ല പാട്ടുകൾക്ക് കുഴപ്പമില്ല, അതേസമയം ചീത്ത പാട്ടുകൾ കേൾക്കും തോറും നമുക്ക് നിഫാഖ് ഇങ്ങനെ വർദ്ധിച്ചു വരും. ഇന്ന് കേൾക്കുന്നത് മുഴുവനും അത്. നേരം വെളുത്ത് വൈകുന്നേരം വരെ തന്റെ ഓട്ടോറിക്ഷയിൽ മുഴങ്ങി കേൾക്കുന്നത് ഈ ഒരു ശബ്ദം മാത്രം അല്ലേ? നേരം വെളുത്ത് വൈകുന്നേരം വരെ ഓട്ടോറിക്ഷയിൽ ഈ ശബ്ദം മാത്രമാണ്. അതിപ്പോ പാട്ടൊന്നുമല്ല ഇപ്പോഴത്തെ ഹരം, പാട്ടൊന്നുമല്ല. പാട്ടിനേക്കാൾ മുട്ടും തട്ടുമാണ്. എന്താ പറയണമെന്നൊന്നും തിരിയരുത്, അതിനേക്കാൾ വേണ്ടത് മുട്ടും തട്ടുക അല്ലേ? സംഗതിയല്ലേ, സത്യമല്ലേ ആ പറഞ്ഞത്? എന്നിട്ട് വൈകുന്നേരം വരെ ഓട്ടോറിക്ഷയിൽ അത്, ഓട്ടോറിക്ഷ കഴിഞ്ഞാൽ ജീപ്പിൽ അത്, ബസ്സിൽ അത് അല്ലെ? യാത്ര ചെയ്യുന്നവരൊക്കെ അത് കേൾക്കേണ്ടി വരികയാണ്. യാതൊരു നിർവാഹമില്ല. ഫുഷൊക്കെ കൂടുതൽ മനസ്സിലാകുന്നത് അവിടെയാ. കാരണം ആരും കേൾക്കേണ്ടി വരികയാണ്. ശ്രദ്ധിക്കാതിരിക്കുക, അല്ലാതെ എന്താ ചെയ്യാ? കേൾക്കാതിരിക്കാൻ പറ്റില്ല, കേൾക്കാതിരിക്കാൻ പറ്റില്ല. ആ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, മാറ്റം വരണം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഒരു ദിവസം ഒരു വഴിക്കിങ്ങനെ പോകുമ്പോഴാണ് അതാ ഒരു പുല്ലാങ്കുഴൽ വായന കേൾക്കുന്നു. പുല്ലാങ്കുഴൽ എന്ന് പറഞ്ഞാൽ ഒരു സംഗീതോപകരണമാണ്. ആ സംഗീതോപകരണം, ആ കുഴലൂതുന്ന ശബ്ദം കേട്ടപ്പോ പുല്ലാങ്കുഴൽ വായന ആരാ? ഒരാട്ടിടയൻ ഒരു മരക്കൊമ്പത്തിരുന്നിങ്ങനെ പുല്ലാങ്കുഴൽ വായിക്കാൻ. അത് കേട്ടപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നാഫിഉ റളിയല്ലാഹു അൻഹു രണ്ടുപേരും കൂടെ ഓടി. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഉടനെ തന്നെ ഫഅദ്ഖല യദൈഹി ഫഅദ്ഖല ഇസ്ബഅൈഹി ഫീ ഉദുനൈഹി, തന്റെ രണ്ടു വിരലും അതാ ചെവിയിലേക്കങ്ങ് ശരിക്കങ്ങോട്ട് കടത്തി വെച്ചിട്ടു. ചെവി പൊത്തിപ്പിടിച്ചിട്ട് ചെവിയുടെ ഉള്ളിലെ രണ്ടു വിരലുകളും ചെവിക്ക് അകത്തേക്ക് കടത്തി പിടിച്ചു. ഓടി അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഓടി 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 പുറത്തെത്തിയപ്പം നാഫിഉ റളിയല്ലാഹു അൻഹുവിനോട് തിരിഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, യാ നാഫിഉ അത്സ്മഉല്ലാൻ, യാ നാഫിഉ അത്സ്മഉല്ലാൻ. നാഫിയ, ഇപ്പോൾ നീ ആ ശബ്ദം കേൾക്കുന്നുണ്ട് നാഫിയ, ഇപ്പോൾ നീ ആ ശബ്ദം കേൾക്കുന്നുണ്ട് നാഫിയ. ഞാൻ ഓടാൻ തുടങ്ങിയതൊരു ശബ്ദം കേട്ടിട്ടാ, ഒരു വൃത്തികെട്ട ശബ്ദം കേട്ടിട്ട്, പാട്ടിന്റെ സ്വരം കേട്ടിട്ടാണ് ഞാൻ ഓടാൻ തുടങ്ങിയത്. സംഗീതോപകരണത്തിന്റെ മൂളക്കം കേട്ടപ്പോഴാ ഞാൻ ഓടാൻ തുടങ്ങിയത്. ഇപ്പോൾ നീ അത് കേൾക്കുന്നുണ്ടോ? മഹാനവകൾ പറഞ്ഞത്രേ. നാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ. അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട് പറഞ്ഞു, ഇല്ല ഇല്ല പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുപാട് ദൂരം പിന്നിട്ടിട്ടുണ്ട്, ഇപ്പോഴാ ശബ്ദം കേൾക്കുന്നില്ല. അപ്പൊ രണ്ടുപേരും അതാ ചെവിയിൽ നിന്ന് പുറത്തെടുത്തു. എന്നിട്ട് പറഞ്ഞത്രേ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ഹകദാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത യൗമിൻ യസ്നഉ ഹകദാ. എന്റെ മുത്തു റസൂൽ ഒരു ദിവസം ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും നബിയും ഒരു കൂടെ ഒരു യാത്ര പോകുമ്പോ ഇതുപോലെ ഒരു പുല്ലാങ്കുഴൽ വായന കേട്ടപ്പോൾ റസൂലുള്ള ചെവി അടച്ചു പിടിച്ചോടി. കുറെ സമയത്തിന് ശേഷം ഇപ്പോൾ നീ അത് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് ചെവിയിൽ നിന്ന് വിരലെടുത്തത് നാഫിയ. ആ നബിതങ്ങളെ ഒന്ന് ഇത്തിബാഴ് ചെയ്തതാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ അല്ലേ റളിയല്ലാഹു അൻഹു. നമ്മൾ നേരത്തെ പറഞ്ഞ മുഖറബീങ്ങളുടെ ലിസ്റ്റിൽ അവരിൽ നിന്നൊന്നും ഇത്തരം ഒരു വേണ്ടാത്തരും വരൂലല്ലോ. അപ്പൊ നമ്മക്ക് ഈ പറഞ്ഞ ലോകത്തിൽ ആ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തസീമ എന്ന് പറഞ്ഞ ലോകത്തെത്തണമെങ്കിൽ ഇവിടെയും കുറച്ചൊക്കെ ഉളുപ്പ് വേണം, അല്ലെങ്കിൽ അങ്ങോട്ട് എത്താൻ കഴിയൂല. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വല്ലാതെ 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 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാഅ് ചെയ്തിരുന്ന മഹാനാണ്. എവിടെ ഒരു വഴിക്കിങ്ങനെ പോകുമ്പോ ഒരു ദിവസം മൂത്രമൊഴിച്ച ഒരു സ്ഥലത്തുനിന്ന് തൊട്ടടുത്ത മണവരെത്തിയപ്പോ പിന്നെയും മൂത്രമൊഴിച്ചു. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോട് ചോദിച്ചു, എന്ത് ചെയ്തു? നിങ്ങൾ അവിടുന്ന് മൂത്രമൊഴിച്ചു, പിന്നെ ഇപ്പൊ ഇവിടെ വരുമ്പോഴേക്ക് രണ്ടാമത് മൂത്രമൊഴിക്കാൻ ഉണ്ടാവില്ലല്ലോ, തൊട്ടടുത്ത് തന്നെ. അപ്പൊ പറഞ്ഞു, അവിടുന്ന് എനിക്ക് മൂത്രമൊഴിക്കാനുള്ളത് കൊണ്ട് ചോദിച്ചത്. അവിടെയെന്ന് ചോദിച്ചു. ഇവിടെ ഞാൻ മുമ്പ് ഒരിക്കൽ പോകുമ്പോ റസൂലുള്ള അവിടെ എത്തിയപ്പോ മൂത്രമൊഴിച്ചിരുന്നു, അപ്പൊ ഞാനും ഒന്ന് മൂത്രമൊഴിക്കട്ടെ എന്ന് കരുതിയതാണ്. ഇതാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ. വെറുതെ കിട്ടിയതല്ല, മുത്തബിഉസ് സുന്ന, തിരുനബിയെ അനുകരിക്കുന്ന ആള് എന്ന് വെറുതെ കിട്ടിയതല്ല. മക്കത്തുണ്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ ഖബർ.
ആ മക്ബറ സിയാറത്ത് ചെയ്യാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. കാരണം ഈമാനുള്ളവർക്ക് അവിടേക്ക് എത്തുമ്പോ ഇങ്ങനെ വല്ലാതെ വല്ലാതെ തിളക്കും. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൽ തങ്ങൾ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബഹുമാനപ്പെട്ടവർ, അന്ന് അബ്ദുല്ലാഹിബിൻ ഉമറിന്റെ മക്ബറ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഒരാൾ കൊണ്ടുപോയി അവിടെ എത്തിച്ചപ്പോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അബ്ദുല്ലാഹിബിൻ ഉമറിന്റെ മക്ബറയാണ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ എത്തിയപ്പോ ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ പതക്കുകയാണ്. ഓ, ഞാൻ ഇന്ന് മുത്തബി സുന്നയുടെ മക്ബറ സിയാറത്ത് ചെയ്തു, അതിനെനിക്ക് അവസരം തന്ന കൂട്ടുകാരെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയ കൂട്ടുകാരന് വേണ്ടി ദുആ ചെയ്യാണ്. ഇസ്ഹാഖാജിയായിരുന്നു, ആ കൂട്ടത്തെ ഇസ്ഹാഖാജിയായിരുന്നു കൊണ്ടുവന്നിരുന്നത്. അതുപോലെ തന്നെ വേറെ ഒരു സഖാഫിയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരെ വല്ലാതെ പ്രകീർത്തിക്കുകയാണ്. കാരണം അവരോട് വല്ലാത്ത കടപ്പാട് കാണിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, നിങ്ങൾ ചിന്തിക്കണം, ശരിക്ക് അവർക്കൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാ ചെയ്യുന്നതിലുള്ള അങ്ങേയറ്റത്തെ നിർബന്ധ ബുദ്ധിയായിരുന്നു അത്. അബ്ദുല്ലാഹിബ്നു ഉമറിനെ പറ്റി അങ്ങനെ കുറെ പറയുന്നുണ്ട്. മുത്തബിഉ സുന്ന എന്ന ടൈറ്റൽ നാമം കിട്ടാനുള്ള കാരണം തന്നെ അതായിരുന്നു. ഒരു വഴിക്ക് പോകുന്ന സമയത്ത് തല ഇങ്ങനെ കുനിച്ചത്രേ, തല ഇങ്ങനെ കുനിച്ചു. അപ്പൊ മഹാനവറുകളോട് ചോദിച്ചു, അത്രേ നിങ്ങൾ എന്തിനാ അവിടെ തല കുനിച്ചത്? അബ്ദുല്ലാഹിബ്നു, ഇതൊക്കെ കേട്ടാ നമ്മൾ വെറുതെ അല്ല ഹസനുൽ ബസരി പറഞ്ഞത്. നിങ്ങളെങ്ങാനും ഞാൻ കണ്ട 70 ബദരീങ്ങളെ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ പറയും കുൽത്തും മജാനീൻ, അവർക്ക് ഭ്രാന്താണെന്ന് പറയുന്നതല്ലേ. നിങ്ങൾ അവരെ കണ്ട അവർ ഭ്രാന്തന്മാരാണെന്ന് പറയും. ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ അല്ലെ, 70 ബദരീങ്ങളെ പറ്റി അവർക്ക് ഭ്രാന്താന്ന് പറയുന്നു. വെറുതെ പറഞ്ഞതാ. അബ്ദുല്ലാഹിബ്നു ഉമർ ഒരു കാരണമില്ലാതെ ഒരു സ്ഥലത്തെത്തിയപ്പോ കൂന്നാണ് പോയി. ഇങ്ങനെ കൂണ് പോയപ്പോൾ ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, ഇതെന്തേന്ന് ചോദിച്ചു. ഒന്നുമല്ല, ഞാൻ നേരത്തെ ഒരുക്കതിരെ പോകുമ്പോ ഇവിടെ ഒരു കൊമ്പുണ്ടായിരുന്നു. അന്ന് അള്ളാന്റെ റസൂല് ആ കൊമ്പുമ തട്ടാതിരിക്കാൻ ഇവിടെ കൂന്നിരുന്നു. ഇപ്പൊ ആ കൊമ്പില്ല, ഇല്ലാഞ്ഞിട്ട് റസൂലുള്ള കൂണ സ്ഥലത്ത് ഞാനൊന്ന് കൂണും പോവട്ടെ. കണ്ട നിങ്ങൾ, വെറുതെ കിട്ടിയതല്ല മുത്തബിഉ സുന്ന എന്ന പേര്. സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞു വന്നതിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതാണ് കേട്ടോ കഥ. കണ്ടോ നിങ്ങൾ, ഒരു പുല്ലാങ്കുഴല് വായന കേട്ടപ്പോ ഓടിയെങ്കിൽ നമ്മൾ നേരം വെളുത്ത് വൈകുന്നേരം വരെ നമ്മുടെ വണ്ടിയിലിടാം. ഇനി രാത്രി ചെന്ന് കിടന്നുറങ്ങുമ്പോ ഈ കൂട്ടുകാരന് ഒരു വിശ്രമമുള്ളത് അപ്പോഴാ. എന്നാ അപ്പുണ്ട് ഒരു വിശ്രമം ഇല്ല. അപ്പൊ പിന്നെ എയർഫോൺ കൊടുക്കുക ചെവിയിലേക്ക്. കാരണം പാട്ട് കേട്ടാട് ഉറങ്ങി. ഇപ്പൊ സംഗതി മൂപ്പര് ഉറങ്ങിയിട്ടുണ്ട്, പാട്ട് ഇപ്പോഴും ഉറങ്ങിയിട്ടില്ല. അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അബോധ മനസ്സ് പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. എവിടെയാണ് നമ്മളുള്ളത്? അതുകൊണ്ട് ഞാൻ പറയുന്ന അശ്ലീല സംഗീത ഭ്രാന്ത് അവസാനിപ്പിക്കണം. സംഗീത ഭ്രാന്ത് അവസാനിപ്പിച്ചേ പറ്റൂ. സംഗീത ഭ്രമം അത് വല്ലാത്ത അപകടമാണ്. മനസ്സങ്ങനെ ദുഷിച്ചുകൊണ്ടിരിക്കും. പിന്നെ നരകവും സ്വർഗവും ഒന്നും കേട്ടാൽ മനസ്സിലേക്ക് കയറൂല. അവൻ നന്നാകാൻ വളരെ പ്രയാസമാ. അതുകൊണ്ട് ചെറിയ ഒരു മാറ്റം നമുക്ക് ഉണ്ടായേ പറ്റൂ. ഇതൊക്കെ പറയുമ്പോ ഒരു പക്ഷേ അതാണ് കണ്ടോ, ഇത് പറഞ്ഞതിന്റെ ശേഷം ഉടനെ തന്നെ അള്ളാഹ് പറയുന്നു, വഇദാ തുത്ലാ അലൈഹി ആയാതുനാ. ഈ അശ്ലീലം കാശ് കൊടുത്ത് അതിനുവേണ്ടി പ്രവർത്തിച്ചു നടക്കുന്ന ഒരാൾ, അതൊരു ഹരായിട്ട് കൊണ്ട് നടക്കുന്ന ആൾ, അയാൾക്ക് എന്റെ ആയത്ത് ഓതി കൊടുത്താൽ അള്ളാഹ് പറയാം, വഇദാ തുത്ലാ അലൈഹി ആയാതുനാ, എന്റെ ആയത്ത് അയാൾക്ക് ഓതി കൊടുത്തു, ഇത് അപകടമാണ് അപകടമാണ് അപകടമാണെന്ന് അയാൾക്ക് സൂചിപ്പിക്കപ്പെട്ടാൽ അയാളുടെ പ്രതികരണം എന്തായിരിക്കും? വല്ലാ മുസ്തക്ബിറാ, അയാൾ അഹങ്കാരിയായി മുഖം തിരിച്ചു കളയും. വല്ലാ മുസ്തക്ബിറാ, അഹങ്കാരിയായി അയാൾ മുഖം തിരിച്ചു കളയും. വല്ലാ മുസ്തക്ബിറാ. എന്തേ കാരണം? എന്ത് ഖുർആനും, എന്ത് സ്വർഗം, എന്ത് നരകം, എന്ത് സിറാത്ത്, എന്ത് മഹ്ശർ എന്ന് ചോദിച്ച് ഏത് മൂല്യാര്, ഏത് വയല്, എന്ത് ക്ലാസ്, അതൊന്നും ഇങ്ങോട്ട് കേൾക്കണ്ട, ബട്ട് ആനന്ദിക്കണം എന്നല്ലാതെ എന്താ? വല്ലാ മുസ്തക്ബിറാ, പറയുന്നതൊന്നും ചെവിയിൽ കേറൂല. അയാൾ അഹങ്കാരിയാണ്. പണത്തിന്റെ ഹുങ്കാണ് അയാൾക്ക്, സ്വാധീനത്തിന്റെ തണ്ടാണ് അയാൾക്ക്, അയാളിലുള്ള വിനോദ ഭ്രമങ്ങളുടെ, അയാളിലുള്ള അശ്ലീല ഭ്രമത്തിന്റെ തണ്ടാണ് അയാൾക്ക്. അയാൾ ഒതുങ്ങുന്നില്ല. നല്ലവര് പറഞ്ഞിട്ട് അയാൾ കേൾക്കുന്നില്ല, നല്ലത് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. പറയുന്നവർ ഒരു പക്ഷേ നല്ലവരാവണമെന്നില്ല, പക്ഷേ നല്ലത് പറഞ്ഞാൽ അത് കേൾക്കാൻ അവർക്ക് കഴിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, അതാന്ന് പറഞ്ഞത് അങ്ങനെ ഓതിക്കൊടുക്കുമ്പോൾ വല്ലാ മുസ്തക്ബിറാ, അഹങ്കാരിയായ അങ്ങ് തിരിഞ്ഞു കളയും. കഅല്ലം യസ്മഅഹ, അതൊന്നും കേൾക്കാത്തവനെ പോലെ. ഞാനതൊന്നും കേട്ടില്ലേ എന്ന ഭാവാമുക്ക് പിന്നെയും ഉണ്ടാകുക. പിന്നെയും അയാളെ ശൈലിക്ക് മാറ്റമൊന്നും കൊടുങ്ങൂല, കേൾക്കും, എണീറ്റ് പോവും. കഅല്ലം യസ്മഅഹ, അതൊന്നും കേൾക്കാത്തതുപോലെ.
കഅന്ന ഫീ ഉദുനൈഹി ബത്റാ. അപ്പൊ നിങ്ങൾ ഇന്നലെ വാഴ വെക്കാൻ വന്നില്ലേ? നിങ്ങൾ ഇന്നും ഇതേ ശീലം തന്നെ തുടരുന്ന സുബ്ഹാനല്ലാഹ്. റമദാനുൽ മുബാറക്കിന്റെ രാത്രിയിലടക്കം സീരിയൽ കാണുന്ന വലിയ വലിയ ഹാജിമാരുണ്ട് എന്ന് തൊട്ടടുത്തൊരു ദിവസം എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞു. അയൽപക്ക വീടുകളിലെ കഥകളായത് റമദാനുൽ മുബാറക്കിന്റെ രാത്രികളിൽ എവിടെ എത്തും എന്നുള്ളത് ചിന്തിക്കണം. അപ്പൊ എന്തേ അയാൾ അതൊന്നും കേൾക്കാത്തതുപോലെ ഉണ്ട്. അപ്പൊ നിങ്ങൾ വയത് കേട്ടിട്ടും കഅന്ന ഫീ ഉദുനൈഹി വഖ്റാ, അയാളെ രണ്ട് ചെവിയിലും എന്തോ അടപ്പുള്ളതുപോലെയാണ്. അയാൾ അതൊന്നും കേൾക്കുന്നില്ല. സാരോപദേശങ്ങളൊന്നും അയാളുടെ ചെവിയിൽ കയറുന്നില്ല. അങ്ങനെയുള്ള ആൾക്ക് വേദനാജനകമായ ശിക്ഷ അവർക്കുണ്ടെന്ന് നബിയെ നിങ്ങൾ അവർക്ക് താക്കീത് നൽകുക. ഫബശ്ശിറുഹു ബിഅദാബിൻ അലീം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കണം. എന്നാൽ ഇന്ന് ഈ ശ്ലീലം മരീചികയാണെന്ന് ഞാൻ പറയാൻ കാരണം, ഇങ്ങനെ എല്ലാ സ്ഥലത്ത് നോക്കിയാലും അശ്ലീലമയമാണ്. ഇനി നമ്മൾ മാന്യരെന്ന് കരുതി ചെല്ലുന്നവർ, മാന്യരെന്ന് നമ്മൾ കരുതുന്നവരടക്കം സ്റ്റേജുകളിൽ നിന്ന് വിസർജിക്കുന്നത് തെറിപൂരങ്ങളാണ്. അല്ലേ? നമ്മളൊരു വാത് കേൾക്കാൻ പോവാണ്. പോകുമ്പോഴുള്ള മനസ്സിലുള്ള മുറാദ് എന്താ? ഒരു വാലുണ്ട്, ഒന്ന് നന്നാവണം, പരലോകത്തേക്ക് എന്തെങ്കിലും കാര്യം കിട്ടുമോ നോക്കണം. അപ്പൊ അവിടെ ചെന്ന് നോക്കുമ്പോൾ വെറും ഗീബത്തും നമീമത്തും തെറിയും പണ്ഡിതന്മാരെയും സാദാത്യങ്ങളെയും തെറി അഭിഷേകം ചെയ്യുന്നു. നന്നാകുവോ? അശ്ലീലം പറഞ്ഞു ഖിയാമത്ത് നാൾ വരുമ്പോ അതിന്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് അശ്ലീലം പെരുക്കല്. മാന്യന്മാരെന്ന് കരുതുന്നവർ സ്റ്റേജുകളിൽ നിന്നടക്കം ജനങ്ങൾക്ക് മാന്യത പഠിപ്പിക്കേണ്ടതിന് പകരം തെറിപൂരങ്ങൾ വിസർജിക്കുന്നു. മണത്തിട്ട് അവിടെ നിൽക്കാൻ വയ്യ. വായിലൂടെ വരുന്ന വാക്കുകള്. ഈ ഒരവസ്ഥയാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ശ്രോതാക്കൾ ഗതിമുട്ടിപ്പോയി. ചെവി പൊത്തേണ്ട ഗതികേട്, കണ്ണും മൂക്കും നാറിയിട്ട് മൂക്കു പൊത്തേണ്ട ഗതികേട്. സാരോപദേശ വേദികളിൽ വരെ വിജ്ഞാന കുതുകികളായെത്തുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർ ഗീബത്തും നമീമത്തും കേട്ട് മടങ്ങേണ്ട സ്ഥിതിവിശേഷമാണെങ്കിൽ, ഇനി നമുക്ക് ശ്ലീലം അനുഭവിക്കണമെങ്കിൽ, അശ്ലീലതയിൽ നിന്ന് മുക്തമായ ഒരു ലോകം കാണണമെങ്കിൽ കണ്ടേ പറ്റൂ. നാളെ പരലോകത്ത് അവിടെ നമുക്കത് കിട്ടൂ. അവിടെ എത്തിയേ പറ്റൂ. അവിടെ നിന്ന് നമുക്ക് തൽക്കാലം അത് കിട്ടൂ. ഇന്ന് കണ്ണും ഹൃദയവും ചെവിയും ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് എല്ലാം കാർഡിയോ വീഡിയോ ഓഡിയോ എല്ലാ രംഗങ്ങളും മുഴുവൻ ഇതാ ദുഷിച്ചിരിക്കുകയാണ്. എല്ലാം ദുഷിച്ചു. ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടാനുള്ളതാണ്. പക്ഷെ ആര് കേൾക്കുന്നു ഇത്തരം താക്കീതുകളൊക്കെ? അല്ലാഹു കൊള്ളുന്ന താക്കീതുകൾ നൽകിയിട്ടുണ്ട്. പക്ഷെ ആരാ ഇതൊക്കെ കേൾക്കുന്നത്? അവർക്കപ്പോഴും വേണ്ടത് ഈ കിളി സാഹിത്യങ്ങളാ. അവർക്കപ്പോഴും വേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ പകുതി ഉടുത്തതും തീരെ ഉടുക്കാത്തതുമായ പെൺമേനികളുടെ ഫോട്ടോകളിൽ മത്സരിക്കുന്ന പത്രങ്ങളാണ്, പ്രസിദ്ധീകരണങ്ങളാണ്. എന്തിനധികം എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, നമ്മുടെയൊക്കെ വീട്ടിൽ വരുന്ന വാർത്താ മാധ്യമങ്ങളിൽ വരെ ഇന്ന് കാണാൻ കഴിയുന്നതിതാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അബ്ദുല്ലാഹി ഇബ്നു അംർ, നേരത്തെ പറഞ്ഞത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു അംർ പറഞ്ഞു, മാ കാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാഹിശൻ വലാ മുതഫഹിശാ. ഇല്ല, നബി തങ്ങൾ ഒരിക്കലും അശ്ലീലം പറയുന്ന ആളായിരുന്നില്ല, അശ്ലീലം ചെയ്യുന്നയാളായിരുന്നില്ല. അറിഞ്ഞോ അറിയാതെയോ അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് നിന്ന് അശ്ലീലം വരാറില്ലായിരുന്നു, തീരെയില്ലായിരുന്നു. അശ്ലീലം ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തു നിന്നുണ്ടാകൂലായിരുന്നു. അങ്ങനെ ഇല്ലാത്ത ഒരു ലോകമായിരുന്നു മുഹമ്മദ് മുസ്തഫ. തനിക്കെതിരെ പ്രാർത്ഥിച്ചവർ, അവർക്കെതിരെ പ്രാർത്ഥിച്ചവരെ അടക്കം റസൂലുള്ളാഹി തങ്ങൾ ഗുണദോഷിക്കുകയാണ്. യഹൂദികൾ കടന്നു വന്നിട്ട് പറയുന്നു, അസ്സലാമു അലൈക യാ മുഹമ്മദ്, മുഹമ്മദേ നിനക്ക് നാശം വരട്ടെ, നീ മരിക്കട്ടെ എന്ന പ്രയോഗം നടത്തിയവർ അസ്സലാമു അലൈക്കും എന്നല്ല, അസ്സാമു അലൈക്കും. അപ്പൊ പറഞ്ഞു വന്നത് അസ്സാമു അലൈക്കും, മരണം നിനക്ക് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ജൂതന്മാര് അസ്സലാമു അലൈക്കും എന്നാണെന്ന് ധ്വനിപ്പിക്കുന്ന രൂപത്തിൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ബീവി ആയിഷത്തു തുഹ്റാ റളിയല്ലാഹു അൻഹയുണ്ട് സദസ്സിൽ. ആയിഷ ബീവിക്ക് ഇത് കേട്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. ആയിഷ ബീവി പറഞ്ഞു, അലൈക്കും വലഅനകുമുല്ലാഹ്, നിങ്ങളുടെ പേരിലാണ് മരണം വരേണ്ടത്, ശാപം വരേണ്ടത്, എന്റെ ഹബീബിന്റെ പേരിലല്ല. ഉണ്ടോ?
സാധാരണ സലാം പറഞ്ഞാൽ വാ അലൈക്കും എന്നാ പറയാം. വാ അലൈക്കും എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ മേലിലും എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹിക്കും വരും. അതില്ല, അലൈക്കും നിങ്ങളെ മേലിലും. റസൂലുള്ളാഹിക്ക് വേണ്ട അലൈക്കും. ശരിക്കും അള്ളാഹുവിന്റെ കോപം നിങ്ങളുടെ മേലിൽ ഉണ്ടാവട്ടെ എന്ന് ബഹുമാനപ്പെട്ട ആയിഷ ബീവി അവർക്കെതിരെ പ്രാർത്ഥിച്ചപ്പോ റസൂലുള്ളാഹി തങ്ങൾ അവിടെ ഇടപെട്ടു. നിർത്തായിഷ, ഇത് പറയരുത്, ഇത് മൂമിനിന്റെ ലക്ഷണമല്ല. റസൂലുള്ളാഹി പറയാൻ പറഞ്ഞതിന് പകരാണ്. എന്നിട്ട് പോലും അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, പറ്റില്ല, അലൈകി ബിർറിഫ്ഖ്. അവര് കർശനമായ ഭാഷയിൽ സംസാരിച്ചെങ്കിൽ നീ മമത കാണിക്കണം. അലൈകി ബിർറിഫ്ഖ്, നീ മമത കാണിക്കണം. വഇയ്യാകി വൽ ഉൻഫ വൽ ഫുഹ്ഷ്, അവരശ്ലീലവും അവർ ഗൗരവവും കാണിച്ചെങ്കിൽ, അശ്ലീലവും ഗൗരവവും പറഞ്ഞെങ്കിൽ നമ്മൾ ഗൗരവം വെടിയണം, നമ്മൾ അശ്ലീലം വെടിയണം. അശ്ലീലവും അതുപോലെ തന്നെ ഗൗരവവും നീ വെടിയണം ആയിഷ. എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഇങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥ. ആത്മീയതയ്ക്ക് വേണ്ടി നാം ചൊല്ലുന്നു, ആത്മീയതയ്ക്ക് വേണ്ടി നാം കയറി ചൊല്ലുന്നു. എവിടെയാ ചൊല്ലുന്നത്? ഒരല്പം ആത്മീയത കിട്ടിയാൽ തിരക്കേടില്ല എന്ന് കരുതിയിട്ട് ആത്മീയതയും തേടി ഷെയ്ഖിന്റെ അടുത്ത് ചെന്നതാ. ഷെയ്ഖിന്റെ അടുത്ത് ചെന്ന് നോക്കുമ്പോ ഷെയ്ഖ് വേറുള്ള ആലിമീങ്ങളെയും അതുപോലെ തന്നെ സാദാത്യങ്ങളെയും ഒക്കെ തെറി പറയാണ്. ഇങ്ങനത്തെ ലോകമല്ലേ ഇന്നത്തെ ലോകം? ആണ്. നല്ലോണം കരുതണം. എവിടെയെങ്കിലുമൊക്കെ ചെന്ന് വീഴുന്നത് നല്ലോണം കരുതണം. ഒരാളെ ഗീബത്തും നമീമത്തും പറയുന്ന ഒരു ഷെയ്ഖ്, അയാൾ ഷെയ്ഖാകാൻ പറ്റൂല. ഇതൊക്കെ ഇല്ലാതിരിക്കാൻ, ഇതിന്നൊക്കെ നമുക്കൊരു മോചനം നേടാനല്ലേ അയാളെടുത്ത് നമ്മൾ തെർബിയത്തും തേടി ചെല്ലുന്നത്. എന്നിട്ട് അയാൾ ഇരുന്ന് പറയാം. പിന്നെ എവിടുക്കാൻ നമ്മൾ പോകുന്നത്? വേലി തന്നെ വെള്ള നിന്നാൽ എന്തു ചെയ്യും? രക്ഷപ്പെടുത്താൻ കഴിയോ? ഇതിനെക്കുറിച്ചൊരു മഹാൻ പറഞ്ഞത്, ദിക്ർ ചെല്ലുന്ന നാക്ക്, ദിക്ർ അങ്ങനെ ചെല്ലുന്നുണ്ട്, അതിനൊപ്പം തന്നെ അലിമിങ്ങളെ കുറ്റം പറയുന്നുണ്ട്. ഇതിനെപ്പറ്റി ഒരു മഹാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ കിതാബില്, ഒരു സഹോദരൻ ഇങ്ങനെ തേനിങ്ങനെ മുക്കി കുടിക്കുക, തേനിങ്ങനെ കോരി കുടിക്കുക. തേൻ കോരി കുടിക്കുന്ന അതേ സ്പൂണ് കൊണ്ട് ഇടക്കിടക്ക് അയാൾ ഓവുചാലില് ഓത്തിയിലൊന്ന് അത് മുക്കിയിട്ട് അതും ഇടക്കൊന്ന് എടുത്തു കുടിക്കും. അതേ രൂപത്തിലാണ് ഈ ദിക്ർ ചൊല്ലി, നല്ല മനുഷ്യനാണ്, പക്ഷെ ഇടക്കൊന്ന് അയാളത് വഷളാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യും. അപ്പൊ ശരിക്ക് കരുതണം. ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു രംഗമാണ് ഇന്ന് ആത്മീയ രംഗം, പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് പരലോകത്ത്